നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 8-ാം തീയതി 1201 ആണ്ട് തുലാമാസം 22-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രമൊക്കെ ശുഭനക്ഷത്രമാണ്, മകയിരം നക്ഷത്രം. പക്ഷെ ഇന്നത്തെ ദിവസം നല്ലതല്ല. ഓരോ ദിവസം എന്ന് പറയുമ്പോൾ ആ ഗ്രഹത്തിന് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ ശനീശ്വരന് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ദിവസമാണ്, ശനിയുടെ ആധിക്യമുള്ള ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ അധികാരി ശനിയാണ്. നമ്മളെ വീട്ടിൽ നമ്മളാണ് പവർഫുൾ. നമ്മളെ വീട്ടിൽ ആര് വന്നാലും, നമ്മളെ വീട് വലുതോ ചെറുതോ എന്നുള്ളിടത്തല്ല, സ്വന്തം വീട്ടിൽ അവരവർ തന്നെയാണ് അധികാരി. എത്ര വലിയവൻ വന്നാലും നമ്മളെ വീട്ടിൽ നമ്മൾ തന്നെയാണ് അധികാരി. നമ്മൾ ഇരിക്കാൻ പറഞ്ഞാൽ അവന് ഇരിക്കാൻ പറ്റത്തുള്ളൂ, നമ്മൾ തുറന്നു കൊടുത്താൽ അവൻ വീട്ടിൽ കയറുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ശനിയുടെ ദിവസം ശനിയാണ് അധികാരി. അപ്പോൾ ശനിക്ക് പ്രാധാന്യമുള്ള ദിവസമായതുകൊണ്ട് ഇന്നത്തെ ദിവസം ശനി എന്ന് പറയുമ്പോൾ പൊതുവേ കുറച്ച് മന്ദത ഉണ്ടാക്കുന്നവനാണ്. കാര്യങ്ങൾ ശനിയെ വിളിക്കുന്നത് തന്നെ മാ എന്ന അക്ഷരം കൊണ്ടാണ്. പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. എല്ലാ കാര്യങ്ങളും സ്ലോവിലേ പോകത്തുള്ളൂ. ഒരു കാര്യങ്ങൾ അത്ര കണ്ട് സ്പീഡിൽ മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ ശനിയുടെ ബന്ധം നിൽക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ ശനിയെ നമുക്ക് അത്രയ്ക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും വളരെ മന്ദിഭാവത്തിലേ പോവുള്ളൂ. അത് മനസ്സിലാക്കി വേണം ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് തടസ്സവും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാം. ഇപ്പോൾ എല്ലാവർക്കും അവധി അല്ലെങ്കിൽ പോലും കുറേ പേർക്കെങ്കിലും ഇന്ന് അവധിയായിരിക്കും. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകണം. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ശരിക്കും തുലാമാസത്തിലെ മകയിരം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. അവരാണ് സ്കൂളിലായിട്ട് സൂക്ഷിക്കുക. നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ശ്രദ്ധിച്ച് പോയാൽ മതി. അപ്പോൾ നമുക്ക് വളരെ സൂക്ഷിച്ച് കൊണ്ടുപോയാൽ ഈ ഒരു ദിവസം കഴിഞ്ഞു പോകും. പക്ഷെ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ മകയിര നക്ഷത്രം തുലാമാസത്തിൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ വളരെ സൂക്ഷിച്ച് കൊണ്ടുപോകണം. കാരണം ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാവാം, കാര്യതടസ്സം വരാം, സാമ്പത്തിക നഷ്ടം വരാം, ശത്രുഭയം കൂടും. ഇങ്ങനെ പലതരത്തിലുള്ള ശാരീരിക, മാനസിക, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെ നേരിടാനിടയുള്ള ഒരു വർഷമായതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളിലെല്ലാം സൂക്ഷിക്കണം. നമ്മൾ അശ്രദ്ധ പാടില്ല. നമ്മളൊക്കെ ആ ഒരു വർഷത്തെ വളരെ സൂക്ഷിച്ച് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ എങ്ങനെ അതിജീവിക്കാം? നമ്മൾ പറയണത് എന്തിനാണ്? നേരത്തെ മുന്നറിയിപ്പ് തരുന്നത് എന്തിനാണ്? നമുക്കതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം? മഴ പെയ്യും എന്നറിഞ്ഞാൽ, മഴ പൊഴിയുമെന്നറിഞ്ഞാൽ ഒരു കുടയും കൊണ്ട് പോകാം. അതുപോലെ നമുക്കൊരു സംരക്ഷണം തീർക്കുകയാണ് ഇതിൻ്റെ സുപ്രധാനമായ ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ഇന്നത്തെ ഈ ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ട് ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം. ശനിയുടെ പിതാവായ സൂര്യനെ എല്ലാ ദിവസവും തൊഴുക. ഒരു ശനീശ്വര യന്ത്രം, ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കുക, ശനി വ്രതം നോക്കുക. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ഈ ഗ്രഹത്തിൻ്റെ നെഗറ്റീവ് എനർജി മാറും, ഒരു രോഗത്തിന് മരുന്ന് കഴിക്കുന്നത് പോലെ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും. അതുപോലെ ഇന്ന് നല്ല ദിവസമല്ല എങ്കിലും ഓരോ കാര്യത്തിന് പോകുമ്പോഴും നമുക്ക് രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാഹുകാലം 9 മണി മുതൽ 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 9:14 രാഹുകാലം തുടങ്ങുള്ളൂ. ഒരു 14 മിനിറ്റ് കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. അത് 10:30 മണിക്ക് തീരൂല. 10:41 രാഹുകാലം തീരുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം ശ്രദ്ധിച്ചു. നമ്മളിപ്പോൾ 9 മണിക്ക് തുടങ്ങി എന്ന് വിചാരിച്ചിരിക്കും. 9:14 തുടങ്ങുള്ളൂ. അപ്പോൾ 14 മിനിറ്റ് കഴിഞ്ഞിട്ടേ തുടങ്ങി. അതുകൊണ്ട് 10:30 തീർന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അത് രാഹുകാലത്തിനായിരിക്കും. അതുകൊണ്ടാണ് ആ സമയം നോക്കി ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങണം. യാത്രയ്ക്ക് മാത്രം മതി. ഒരു കാര്യത്തിനും എടുക്കാൻ പറ്റാത്ത 2 സമയങ്ങളാണ് യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. അതിൽ ഇന്ന് ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം 6:20 തൊട്ട് 7:47 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 1:35 തൊട്ട്
3 മണി 2 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരും. നമുക്ക് ഇന്നത്തെ ദിവസം കൊള്ളൂല എങ്കിൽ പോലും ചില സുപ്രധാനമായ തീരുമാനങ്ങൾ ചില ദിവസങ്ങളിൽ എടുക്കേണ്ടി വരും. കാരണം നമ്മൾ ചിലപ്പോൾ ഒരു ഡോക്യുമെൻറ്റിൽ ഒപ്പിടേണ്ടി വരിക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇന്ന് തന്നെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരിക. ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. മുഹൂർത്തങ്ങളുടെ രാജാവാണ് അഭിജിത്ത്. അപ്പോൾ ഈ സമയം നമുക്ക് എടുക്കാം, കുറേ ദോഷഭാവങ്ങളെ മാറ്റിത്തരും. അപ്പോൾ അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 11:44 തൊട്ട് 12:32 വരെ ഉള്ളതിൽ ഇടയ്ക്കൊരു 4 മിനിറ്റ് നേരം, അതായത് 12:04 തൊട്ട് 12:10 വരെ വരുന്ന സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. ശനീശ്വരൻ്റെ ദിവസമായതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള, അദ്ദേഹത്തിന് ആധിക്യമുള്ള കളർ ധരിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ശനിയുടെ അനുഗ്രഹം ലഭിക്കും. അപ്പോൾ കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ മങ്ങിയ കളറുകളോ നിങ്ങൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.